നമസ്കാരം. ഹണി ട്രാപ്പിൽ കലങ്ങി മറിയുകയാണ് കർണാടക രാഷ്ട്രീയം. ഹണി ട്രാപ്പ് ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട BJP MLA-മാരെ കർണാടക സസ്പെൻഡ് ചെയ്തതുവരെ എത്തി കാര്യങ്ങൾ. സ്പീക്കർക്കെതിരെ പ്രതിഷേധിച്ചതിന് പിന്നാലെ 18 MLA-മാർക്കെതിരെയാണ് നടപടി കൈക്കൊണ്ടത്. ബജറ്റ് ചർച്ചയുടെ അവസാനമാണ് അപ്രതീക്ഷിത സംഭവവികാസങ്ങൾ നടന്നിരിക്കുന്നത്. സ്പീക്കറുടെ പോഡിയത്തിൽ കയറി പ്രതിഷേധിച്ച 18 BJP MLA-മാരെയാണ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്പീക്കറുടെ അടുത്തെത്തിയ BJP MLA-മാർ പേപ്പറുകൾ കീറിയെറിഞ്ഞു. ഇതിന് പിന്നാലെ സ്പീക്കർ UT ഖാദർ നടപടികൾ 10 മിനിറ്റ് സമയത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിഷേധിച്ച 18 BJP MLA-മാരെ സഭയിൽ നിന്ന് നീക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 48 MLA-മാർ ഹണി ട്രാപ്പിലാണ് എന്ന് സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ വിശദീകരിച്ചത്. ഇതിൽ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും MLA-മാർ ഉണ്ട് എന്നും രാജണ്ണ ആരോപണം ഉന്നയിച്ചിരുന്നു. സ്പീക്കർ UT ഖാദറിന്റെ ഇരിപ്പിടത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു പ്രതിപക്ഷ MLA-മാർ. അദ്ദേഹത്തിന്റെ നേർക്ക് പേപ്പറുകൾ കീറിയെറിഞ്ഞു. അതോടൊപ്പം CD-കൾ ഉയർത്തിക്കാട്ടിയും BJP MLA-മാർ ബഹളം വെച്ചു. ബജറ്റ് സെഷന്റെ അവസാന ദിവസമായിരുന്നു ഇന്നലെയാണ് നാടകീയ സംഭവങ്ങൾ നടന്നത്. BJP ചീഫ് വിപ്പ് ദൊഡണ്ണ ഗൌഡ പാട്ടീൽ, CN അശ്വത് നാരായൺ, SR വിശ്വനാഥ, BA ബസവരാജു, MR പാട്ടീൽ, ചന്നബസപ്പ, B സുരേഷ് ഗൌഡ, ഉമാനാഥ് കൊട്ടിയാൻ, ശരണു സലാഗർ, ഡോക്ടർ ശൈലേന്ദ്ര ബൽദേൽ, CK രാമമൂർത്തി, യശ്പാൽ സുവർണ, BP ഹരീഷ്, ഭരത് ഷെട്ടി, ധീരജ് മുനിരാജു, ചന്ദ്രലമാനി, മുനിരത്ന, ബസവരാജ് മാറ്റിമൂട് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട നിയമസഭാംഗങ്ങളെ മാർഷലുകൾ ബലപ്രയോഗത്തിലൂടെയാണ് പുറത്താക്കിയത്. കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന ആരെയും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയമസഭയിൽ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. രാജണ്ണയുടെ ആരോപണങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി G പരമേശ്വര ഇതിനകം മറുപടി നൽകുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സമാന പ്രതിഷേധം MLC-യിലും നടന്നിട്ടുണ്ട്. BJP MLC-മാർ ബില്ലുകൾ കീറിയെറിയുകയായിരുന്നു. സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയായിരുന്നു പ്രതിഷേധം. ദേശീയ പാർട്ടികളെ MLA-മാരും ഹണി ട്രാപ്പിന് ഇരകളാണ്. തനിക്ക് നേരെയും ഹണി ട്രാപ്പിന് ശ്രമം നടന്നു എന്നാണ് രാജണ്ണ വെളിപ്പെടുത്തിയത്. കർണാടക ഹണി ട്രാപ്പ് CD-കളുടെയും പെൻഡ്രൈവുകളുടെയും ഫാക്ടറിയായി എന്നാണ് രാജണ്ണ പറഞ്ഞത്. ഹണി ട്രാപ്പിന് 2 ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടിയായി രാജണ്ണ പറഞ്ഞു. നിങ്ങളുടെ ഭാഗത്തും മറ്റൊന്ന് ഞങ്ങളുടെ ഭാഗത്തും ഉണ്ടോ? നിങ്ങളുടെ ഫാക്ടറി ആരാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാക്ടറി ആരാണ് നടത്തുന്നത് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകും. ഈ നീക്കത്തിന് പിന്നിൽ ആരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. തന്റെ പക്കൽ തെളിവുകളുണ്ട്. 2 പാർട്ടികളിൽ നിന്നായി 48 പേർ കുടുങ്ങിയത് ഗൗരവകരമായ കാര്യമാണ്. തന്റെ പരാതിയിൽ ആഭ്യന്തരമന്ത്രി G പരമേശ്വര ഉടൻ നടപടിയെടുക്കണമെന്നും തന്നെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചതിന് തെളിവുണ്ട് എന്നും രാജണ്ണ പറഞ്ഞിരുന്നു. വിഷയത്തിൽ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിടുമെന്നാണ് ആഭ്യന്തരമന്ത്രി മറുപടി നൽകിയത്. ഈ വിഷയം 2 പാർട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ദേശീയ നേതാക്കളടക്കം കുടുങ്ങിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിലെ ഒരു സീനിയർ മന്ത്രിക്കെതിരെ 2 തവണ പരാജയപ്പെട്ട ഹണി ട്രാപ്പ് ഒരുക്കിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ പുറത്തു വന്നത്. ഇന്നലെ കർണാടക നിയമസഭയിൽ വിവാദത്തിന് തിരികൊളുത്തി 48 MLA-മാരെ ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടുണ്ട് എന്ന് കർണാടക സഹകരണ മന്ത്രി KN രാജണ്ണ ആരോപിച്ചതിന് പുറകെയാണ് മറ്റൊരു ആരോപണം കൂടി പുറത്തു വന്നത്. മന്ത്രിയോട് പരാതിപ്പെടാൻ താൻ ആവശ്യപ്പെട്ടു എന്ന് പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളി ചൂണ്ടിക്കാട്ടി.